ഇന്നൊരു ഹെൽത്തി റെസിപ്പിയാണ്. ചീരത്തോരനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം ചീരയുടെ ഇലയും തണ്ടും സെപ്പറേറ്റായിട്ടാണ് ഞാൻ ഇവിടെ അരിഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്തോട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് ഞാൻ തേങ്ങ, വെളുത്തുള്ളി, ജീരകം, മഞ്ഞൾപ്പൊടി, ചുവന്നുള്ളി, കാന്താരിമുളക് ഇതെല്ലാം കൂടെ ചേർത്ത് ചതച്ചെടുത്തുകൊണ്ട് വരാം. നമുക്ക് ഇപ്പോൾ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോഴത്തേനും നമുക്ക് ചുവന്നുള്ളി, വറ്റൽമുളക്, കറിവേപ്പില ഇതിട്ട് കൊടുക്കുക. അപ്പം ഞാൻ ആദ്യം ഈ നമ്മുടെ ചീരയുടെ തണ്ട് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇല പെട്ടെന്ന് അങ്ങ് വാടി വെന്ത് വരും, പക്ഷേ ചിലപ്പോൾ തണ്ട് ഇങ്ങനെ വേവാതെ കിടക്കും. അതുകൊണ്ട് ഞാൻ സെപ്പറേറ്റായിട്ടാണ് എപ്പോഴും ചീരത്തോരൻ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഈ ഒരു മെത്തേഡ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ചീര കഴിച്ചാലുണ്ടാകുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ നോക്കാം. ഫസ്റ്റ് വണ്ണ്, ചീര ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. ഫ്രീ റാഡിക്കലിൽ നിന്നും ഓക്സിഡേറ്റീവ് സ്ട്രെസ്സിൽ നിന്നും ശരീരത്തെ സംരക്ഷിക്കുന്നു. ചീര ഹൈ ഫൈബറാണ്. നമുക്കറിയാം നമ്മുടെ ബ്ലഡ് ഷുഗർ ലെവലൊക്കെ കൺട്രോൾ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഹൈ ഫൈബർ ഡയറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ചീരയിലെ നാരുകളും ആൻറ്റി ഓക്സിഡൻസും രക്തത്തിലെ പഞ്ചസാരയുടെ അബ്സോർഷനെ സ്ലോ ഡൗൺ ആക്കുകയും ബ്ലഡ് ഷുഗർ റെഗുലേറ്റ് ചെയ്യാനായിട്ടും ഹെൽപ്പ് ചെയ്യുന്നു. കൊളസ്ട്രോൾ കുറയ്ക്കാനും നമ്മുടെ ഹാർട്ട് ഡിസീസസ് ഒക്കെ കുറയ്ക്കാനും ചീര ഹെൽപ്പ് ചെയ്യുന്നു. ചീര വൈറ്റമിൻസിൻ്റെയും മിനറൽസിൻ്റെയൊക്കെ ഒരു നല്ല സോഴ്സാണ്. വൈറ്റമിൻ എ, സി, കെ, മിനറൽസ് ആയ അയൺ, കാൽസ്യം, പൊട്ടാസ്യം ഇവയൊക്കെ ധാരാളമായി അടങ്ങിയതാണ് ചീര. ആരോഗ്യകരമായ ഗട്ട് ബാക്ടീരിയ പിന്തുണയ്ക്കുന്ന ഒരു പ്രീബയോട്ടിക്കാണ് ചീര എന്ന് പറയുന്നത്. പ്രോബയോട്ടിക് അല്ല, പ്രീബയോട്ടിക്. പ്രീബയോട്ടിക് എന്ന് പറഞ്ഞാൽ ദഹിക്കാത്ത നാരുകളാണ്, അൺഡൈജസ്റ്റഡ് ഫൈബേഴ്സ്. പ്രോബയോട്ടിക് ലൈവ് മൈക്രോ ഓർഗാനിസംസ് ആണ്. അപ്പോൾ ഈ പ്രീബയോട്ടിക്കായ ചീര നമ്മുടെ കുടലിലെ ഗുണം ചെയ്യുന്ന ബാക്ടീരിയയ്ക്ക് ഭക്ഷണമായി വർത്തിക്കുകയും അവയുടെ വളർച്ചയും പ്രവർത്തനവും പ്രോത്സാഹിപ്പിക്കുന്നു. അപ്പോൾ ഇത്രയൊക്കെ ഹെൽത്ത് ബെനിഫിറ്റ്സ് തരുന്ന ചീര നമ്മുടെ ഡയറ്റിൽ മസ്റ്റായിട്ട് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഏകദേശം ഇവിടെ ചീരത്തോരനൊക്കെ റെഡി ആയിട്ടുണ്ട്. ഞാൻ അരപ്പൊക്കെ അതിലോട്ട് ഇട്ട് കൊടുത്ത് അതാ ഒന്ന് മൂടി വെച്ചൊന്ന് വേവിക്കുന്നുണ്ട്. ഇത് പെട്ടെന്നായി വരും, ഇല പെട്ടെന്ന് വാടും. അപ്പോൾ ഇതിനകത്തോട്ട് ഞാനൊരു മുട്ടയും കൂടെ സ്ക്രാമ്പിൾ ചെയ്ത് ഇടുന്നുണ്ട്. ഞാൻ ഇതിനകത്തോട് ഒഴിക്കുന്നില്ല, ഞാൻ സെപ്പറേറ്റായിട്ടാണ് സ്ക്രാമ്പിൾ ചെയ്ത് ഇതിലോട്ട് ഇടുന്നത്. ചിലപ്പോൾ ഇതിലോട്ടിട്ടാൽ ചിലപ്പോൾ എല്ലാം കൂടെ കുഴഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ എപ്പോഴും സെപ്പറേറ്റായിട്ടാണ് ഇങ്ങനെ സ്ക്രാമ്പിൾ ചെയ്ത് മുട്ടയിടുന്നത്. അപ്പോൾ ഈ ചീരത്തോരനൊക്കെ കഴിക്കാത്ത കുഞ്ഞുങ്ങളെ കൊണ്ട് കഴിപ്പിക്കാനുള്ളൊരു മാർഗം കൂടിയാണ് ഇങ്ങനെ മുട്ട നമ്മൾ സ്ക്രാമ്പിൾ ചെയ്തിടുന്നത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം.